ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഞാനും എബിനും ഡാനിയും കൂടെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഗൈസ്, കള്ളിക്കാട് ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഡാനിയുടെ ഇവിടെ കള്ളിക്കാടാണ്. ഞാനും എബിനും ഡാനിയും കൂടെ കള്ളിക്കാട് നിന്ന് ഡാനി വന്നിട്ട് മൂന്നുപേരും കൂടെ നെയ്യാർ ഡാമിലോട്ട് പോവുക. നെയ്യാർ ഡാമിൻ്റെ ഒരു സൈഡാണിത്. ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസം. കുളക്കാക്കിന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഡിയർ പാർക്കിലോട്ട് പോയായിരുന്നു. അപ്പോൾ ഡിയർ പാർക്കിൽ പോയപ്പം മരങ്ങളിൽ നോക്കിയപ്പോൾ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അവരുടെ ആക്ഷൻസും എക്സ്പ്രഷൻസും റിയാക്ഷൻസും കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. നമ്മൾ മൂന്നുപേരും അത് കുറേ നേരം നോക്കി നിന്ന്. പിന്നെ നമ്മൾ എത്തിയ നേരത്ത് മാനുകളെ ഒന്നും കാണാനില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. അല്ല, അടുത്ത് പോയി ഫോട്ടോയോ വീഡിയോ എടുത്തോട്ടാന്ന് ചോദിക്കാൻ വേണ്ടി അങ്കിളുമാരുടെ ചോദിച്ചായിരുന്നു. അവരാരും സമ്മതിച്ചില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പം കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ വലത്തേ സൈഡ് ഈ മാനുകൾക്ക് പ്ലാവില കൊണ്ട് കൊടുക്കുന്ന വരി ഉണ്ടായിരുന്നു. അവിടെ പോയപ്പം അടുത്തായിട്ട് മാനുകളെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ കോട്ടൂർ ആനത്താവളത്തിൽ പോയി. പിന്നെ നമ്മൾ ആനത്താവളത്തിൽ നിന്ന് തിരിച്ച് നെയ്യാർ ഡാമിലോട്ട് പോയി. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാം എത്തി. നെയ്യാർ ഡാമിൽ നോക്കിയപ്പോൾ 4 ഷട്ടറും തുറന്നിരിക്കുകയാണ്. പക്ഷെ വെള്ളം ഒരിക്കൽ കുറവാണ്. പിന്നെ നമ്മൾ മൂന്നുപേരും കൂടെ മായം എന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ പോയപ്പോൾ ഒരു വള്ളം ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വള്ളത്തിൽ പിന്നെ മായത്ത് നല്ലൊരു വ്യൂ ആയിരുന്നു. വെള്ളം കാണാൻ നല്ല രസമാണ്. 4 സൈഡ് വ്യൂ. പിന്നെ നെയ്യാർ കാട്, പിന്നെ നല്ല മഴ പെയ്തായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ കുറേ താറാവുകൾ വെള്ളത്തിൽ കൂടെ വന്നിട്ട് കരയെത്തിയപ്പോൾ പിന്നെ അത് എങ്ങോട്ടോ പോയി. പിന്നെ നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഒരു ആടിനെ കിട്ടിയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് പ്രകൃതി എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരു മഴ പെയ്തപ്പോൾ ആ വെള്ളത്തിൽ പോയി അങ്ങ് നിന്ന്. പിന്നെ വള്ളക്കാരൻ മാമൻ വന്നു. പിന്നെ അവിടെ 2 ചേട്ടന്മാർ വന്നായിരുന്നു. 2 ചേട്ടന്മാർ നമ്മൾ മൂന്നുപേരും കൂടെ വള്ളത്തിൽ കൂടെ ഇരുന്ന് മായം പള്ളിയുടെ സൈഡ് വരെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നായിരുന്നു. മായത്ത് വള്ളത്തിൻ്റെ വ്യൂ ഇതാണ്. വള്ളത്തിനിരുന്നാൽ ഡാമിൻ്റെ റിസർവറിൻ്റെ വെള്ളം കാണാൻ നല്ല രസമാണ്. പിന്നെ ജീവിതത്തിൽ നീയൊക്കെ എന്താ സമ്പാദിച്ചെന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാൻ, ഇതുപോലെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന സൗഹൃദം. ഇതിൽ കൂടുതൽ വേറെ എന്തോന്ന് വേണോ വിചാരിക്കും. വലത്തേ സൈഡ് കാണുന്നതാണ് അക്കരെയുള്ള മായം പള്ളി. അവിടെ വരെ പോയിട്ട്
വെള്ളത്തിൽ കൂടെ ഒരു തേങ്ങ ഒരുക്കി വന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മായത്തിൽ നിന്ന് അമ്പൂരിലോട്ട് പോയി. അതായത് അമ്പൂരി പാലത്തിനടിയിലുള്ള വെള്ളം മൊത്തം ചെളിയായി. നമ്മൾ 3 ആൾ അമ്പൂരിയിൽ കുളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോഴാണെങ്കിൽ അവിടെ ഉരുൾപൊട്ടി നല്ല വെള്ളം ഒരുക്കുന്നുണ്ടായി. 3 ചേട്ടന്മാർ കുളിക്കാൻ വേണ്ടി പോയവരിൽ 2 പേരെ കണ്ണാടിയും പോയി, ഒരാളെ ചെരുപ്പും പോയി. പിന്നെ നമ്മൾ 3 പേരും കൂടെ അവിടെ നിന്ന് തിരിച്ചു പോയി ഗൈസ്. പിന്നെ അമ്പൂരി ഹിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ നമ്മൾ 3 പേരും കൂടെ അമ്പൂരി ഹിൽസിലോട്ട് പോയി ഗൈസ്. നമ്മൾ 3 പേരും കുറേ നടന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ നോക്കിയപ്പോൾ ഒരു അടിപൊളി വ്യൂ, മഞ്ഞ് മൂടിക്കിടക്കണം. ആ വ്യൂവും കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു അങ്കിൾ അതിൽ നടന്നു വന്നിട്ട് പറഞ്ഞ് മോളിലോട്ട് ഇതിനെയും കാട്ടി അടിപൊളി വ്യൂ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ അത് കാണാൻ വേണ്ടി പോയി. പോണ വരി മൊത്തം കാടായിരുന്നു. കാട്ടിൻ്റെ അകത്തൂടെ നമ്മൾ 3 പേരും മാത്രം. അടുത്തൊന്നും വീടുകളില്ല. നമ്മൾ 3 പേരും കൂടെ കുറേ നേരം കാട്ടിനകത്തൂടെ നടന്നങ്ങ് എത്തി ഗൈസ്. അടിപൊളി വ്യൂ ആയിരുന്നു. കാണുന്നതാണ് അമ്പൂരി ഹിൽസിൻ്റെ വ്യൂ. അവർക്കൊക്കെ അറിയാമെന്ന് അറിഞ്ഞൂടാ ഗൈസ്, എന്നാലും അടിപൊളി സ്ഥലമാണ്. എല്ലാവരും പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഡാനിക്ക് 5 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണേ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.